ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സേതുമാധവന്റെ വായിലേക്ക് കുറേ ഗുളികകൾ ഒരുമിച്ചിടാൻ നോക്കുകയാണ് അമ്പാൻ. അവന്തികയും സന്ദീപും ചേർന്ന് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇയാൾ മുഴുവൻ ഗുളികയും കഴിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്പാൻ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അതേസമയം അർച്ചന താഴേക്ക് വരികയാണ്. താൻ എന്തുവാടോ ഈ കാണിക്കുന്നത്? ഞാൻ ഗുളിക എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അതിനൊന്നും സമയമില്ലെന്നും ഞങ്ങൾക്ക് പോയിട്ട് തിരക്കുണ്ടെന്നും മധു പറയുകയാണ്. അല്ല, ഇവന്റെ മുഖത്തെന്താ ഒരു പാടെന്ന് മധു ചോദിക്കുമ്പോ അത് പിന്നെ ഇവനൊന്ന് പോലീസിനെ വിളിക്കാൻ ശ്രമിച്ചതാണെന്ന് ഒരു ഗുണ്ട പറയുന്നു. ഇത് കേൾക്കുന്ന മധു പറയുകയാണ്, എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോയത്? അതുകൊണ്ടല്ലേ ഇപ്പോ കണ്ട ഗുണ്ടകളുടെ കയ്യിൽ നിന്നൊക്കെ തല്ലുമേടിക്കാൻ നിൽക്കേണ്ടത് വന്നത്. അർച്ചനെ അർച്ചനയ്ക്ക് ഞാൻ അവസാനമായിട്ടൊരു ചാൻസ് തരാം. അനൂപ് എവിടെയാണെന്ന് മര്യാദയ്ക്ക് പറ. അങ്ങനെ ഞാൻ പറഞ്ഞു തരില്ലെങ്കിലോ? അനൂപേട്ടൻ എന്റെ സഹോദരനാണ്. എന്റെ സഹോദരനെ കൊലയ്ക്ക് കൊടുക്കാനൊന്നും എന്നെ കിട്ടില്ലെന്ന് അർച്ചന പറയുമ്പോ പിന്നെ നിന്റെ സഹോദരന് വേണ്ടി നീ ഞങ്ങളെല്ലാവരെയും കൊലയ്ക്ക് കൊടുക്കാൻ പോവുകയാണോ എന്ന് അവന്തിക ദേഷ്യത്തോട് ചോദിക്കുന്നു. തുടർന്ന് മധു പറയുകയാണ്, മതി, ഇനി നീ പറയണ്ട. നീ പറയടാ, അവൻ എവിടെ ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് സച്ചിയോട് ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ്, അർച്ചന പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്നെ കൊന്നാലും ശരി അനൂപേട്ടൻ എവിടെയാണെന്ന് ഞാൻ പറയില്ലെന്ന് സച്ചി പറയുമ്പോൾ സച്ചിയെ പൊതിരെ തല്ലുകയാണ് മധു. നീ തന്നെയല്ലേ എന്നോട് നേരത്തെ പറഞ്ഞത് എല്ലാം അങ്ങ് ചുട്ടിരിക്കാൻ? അത് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് മധു പറയുന്നു. തുടർന്ന് മധു അമ്പാനെ വിളിക്കുമ്പോൾ അമ്പാൻ ഒരു ക്യാൻ നിറയെ പെട്രോളായി വന്ന് സച്ചിയുടെയും സന്ദീപിന്റെയും സേതുമാധവന്റെയും ദേഹത്തേക്ക് ആ പെട്രോള് മുഴുവനായിട്ട് ഒഴിക്കുകയാണ്. ഈ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തികയും അർച്ചനയും. തുടർന്ന് അവന്തികയും സേതുമാധവനും കൂടി അർച്ചനയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാനായി പറയുകയാണ്. ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും മോളുടെ തീരുമാനത്തിനൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന് സേതുമാധവൻ അർച്ചനയ്ക്ക് ഉറപ്പു നൽകുന്നു. ഇനി നീയൊന്നും സത്യം പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മധു ലൈറ്റർ കത്തിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അമ്പാൻ വരികയാണ്. അണ്ണ, അവൻ എവിടെയുണ്ടെന്ന് സ്ഥലം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാം. ഇത് കേൾക്കുന്ന അർച്ചനയും സച്ചിയും ഞെട്ടലോടെ മധുവിനെ നോക്കുകയാണ്. എനിക്ക് കിട്ടേണ്ടത് കിട്ടി. ഇനി ഞങ്ങള് അവനുമായിട്ടുള്ള ഇടപാടുകളും ആയിക്കൊള്ളാമെന്ന് പറഞ്ഞ് മധു അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് അവന്തിക പറയുകയാണ്, ഒരേ ഒരു നിമിഷം കൂടി വൈകിയിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാം കത്തിച്ചാമ്പലായേനെ. അച്ഛാ, ഇവൾ എന്ത് ക്രൂരതയാ നമ്മളോടൊക്കെ കാണിച്ചത്. ഇവളുടെ ആങ്ങളയ്ക്ക് ഒന്നും പറ്റരുത്, നമുക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല, അങ്ങനെ ഒരു നിലപാടായിരുന്നില്ലേ ഇവൾക്ക്? ഇവളുടെ വയറ്റിലെ കുഞ്ഞ് ഈ വീട്ടിൽ ജനിച്ചാൽ ഈ കുടുംബം മുഴുവൻ വെണ്ണീറായി പോകുമെന്ന് ആ ജോത്സ്യൻ പറഞ്ഞ കാര്യം അച്ഛനെന്താ മറന്നുപോയോ? ഇനി ഈ കുഞ്ഞു വേണോ വേണ്ടേന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കേ. എന്റെ അഭിപ്രായത്തിൽ ഇതിനെ ഇവളുടെ വയറ്റിൽ വെച്ച് തന്നെ കൊല്ലുന്നതാ നല്ലത്. ഇത് കേൾക്കുന്ന അർച്ചന ദേഷ്യത്തോടെ പറയുകയാണ്, നിർത്ത്, ഇനി നിങ്ങൾ ഒരു അക്ഷരം മിണ്ടിപ്പോകരുത്. ഏട്ടത്തി എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊല്ലണമെന്നാണോ? അതെ, കൊല്ലണമെന്ന് തന്നെയാ ഞാൻ ഉദ്ദേശിച്ചതെന്ന് അവന്തിക പറയുന്നു. തുടർന്ന് അർച്ചന പറയുകയാണ്, ഞാൻ തയ്യാറാണ്. ഈ കുടുംബത്തിനു വേണ്ടി എൻ്റെ കുഞ്ഞിനെ ഞാൻ തന്നെ കൊല്ലാം. എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഒരിക്കലുമല്ല. ഈ കുടുംബത്തിലെ ഓരോരുത്തരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ അർച്ചന കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അവന്തിക പറയുകയാണ്, എന്നിട്ട് ഇപ്പോൾ അവർക്കൊരു ഫോൺ കോൾ വന്നില്ലെങ്കിൽ കാണായിരുന്നു ഇവിടെ എന്ത് സംഭവിക്കുമെന്ന്. പക്ഷേ എല്ലാം അവസാനിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. എനിക്ക് എൻ്റെ അനൂപേട്ടനെ രക്ഷിക്കണം. ഒരു ഗുണ്ടയ്ക്കും കുത്തിക്കീറാനായിട്ട് ഞാൻ എൻ്റെ ചേട്ടനെ ഇട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അർച്ചന. സച്ചിയേട്ടൻ എൻ്റെ ഒപ്പം ഉണ്ടാകില്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഞാനുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അർച്ചനയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്ന ചെങ്കൽ മധുവും സംഘവും കൂടി അനൂപിന്റെ അടുത്തേക്ക് പോകുന്നതാണ്. അതേസമയം അവർക്ക് മുന്നിൽ എത്താനായിട്ട് അർച്ചനയും സച്ചിയും പോയിക്കൊണ്ടേയിരിക്കുന്നു. പോകുന്ന വഴിക്ക് അവർ ധനുഷിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ ധനുഷിനൊന്നും കേൾക്കാൻ സാധിക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് അവന്തിക മീരയെ വിളിക്കുന്നതാണ്. ഇനി നിന്റെ ഭർത്താവിനെ ജീവനോടെ കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നിന്റെ അനൂപേട്ടനെ ഒളിപ്പിച്ച സ്ഥലമേ ആ ചെങ്കൽമതവും കൂട്ടരും കണ്ടെത്തിയിട്ടുണ്ട്. ആ ഗുണ്ടകള് സ്വന്തം വീട്ടിൽ കയറി കളിച്ചപ്പോഴേ സച്ചി തന്നെയാ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തിക കോള് കട്ട് ചെയ്യുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് താഴേക്കിരിക്കുകയാണ് മീര. അതേസമയം കമൽ മീരയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മീര പറയുകയാണ്, അമ്മയുടെ മോളും മരുമകനും കൂടി എന്റെ അനൂപേട്ടനെ ചതിച്ചു. അനൂപേട്ടനെ ഒളിപ്പിച്ച സ്ഥലം അമ്മയുടെ മരുമകൻ തന്നെയാ പറഞ്ഞു കൊടുത്തത്. ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല. ഞാൻ എന്താണെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. മീരെ, നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? എന്താണെങ്കിലും അവർ അനൂപിനെ ഒറ്റുകൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലേ എനിക്ക് ആ വിശ്വാസമില്ല. എന്റെ അനൂപേട്ടനെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മീര അവിടെ നിന്ന് പോവുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.